സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ്. 90+ 10 days ചാലഞ്ച് ഏറ്റെടുക്കൂ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഈ കോമഡി ഉത്സവത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കുറച്ച് ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ഒരു വലിയൊരു ബ്ലാസ്റ്റിംഗ് എൻട്രി എനിക്ക് കിട്ടുന്നത്. എന്താ വിചാരിച്ചത്? നിനക്ക് വേണ്ടിട്ട പാട്ടല്ലേ ഇത്? പിന്നെ ഡാൻസേഴ്സ് നിനക്ക് വേണ്ടി വന്നതല്ല, ഇത് ഞങ്ങളുടെ പടത്തിലെ പാട്ട്, തിരുമാലിയിലെ പാട്ടാണ്. ഞാൻ വന്നതുകൊണ്ടാണ് ഈ പാട്ടിൽ ഡാൻസേഴ്സ് വന്നത്. ശരി, അഹങ്കാരം കണ്ടില്ലേ? ഞാനിവിടെ വരേണ്ടി വന്നില്ല കൂടെ. വരേണ്ടി വരും. ഇന്നും പരീക്ഷണമാണോ? ഞാൻ പരീക്ഷിച്ച് എങ്ങനെ ആയി എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അല്ല, പേടിക്കണ്ട, ഞാൻ വന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇന്നും നല്ല കലക്കനായിരിക്കുള്ളൂ. രാശിയുള്ള ആളാണ്. അത് മാത്രമല്ല, പ്രജോ പഠിച്ചു വരുമ്പോഴേക്കും രചന വരും. ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോണത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ സ്കിറ്റ് കാണാനുള്ള കൊതിയോടുകൂടിയാണ്. ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് പോയാലോ? ഞാൻ അവിടെ ഇവിടെ കേട്ടാ. കോമഡി ഉത്സവത്തിൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരാൻ പോകുന്ന ആളെ കുറിച്ച് അറിയാൻ നമുക്ക് വീഡിയോ പ്രൊഫൈൽ കാണാം. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു വ്യക്തിത്വം നജീബ്. കഴിഞ്ഞ 32 വർഷമായി ഔദ്യോഗിക ജോലിക്കൊപ്പം യുവതീ യുവാക്കൾക്ക് സൗജന്യ കായികക്ഷമത പരിശീലനം നൽകി വരുന്ന ഇദ്ദേഹം കൊല്ലം നഗരത്തിലെ പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. സംഗീതപ്രേമി, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, ഫുട്ബോൾ പ്ലെയർ എന്നീ മേൽവിലാസങ്ങൾ നജീബിന് സ്വന്തം. ഫിസിക്കൽ ട്രെയിനിങ്ങിനൊപ്പം കരാട്ടെ, ഫുട്ബോൾ, ഖോഖോ ഗെയിമുകളിലും സൗജന്യ പരിശീലനം നൽകുന്നുണ്ട് നജീബ്. തന്റെ സംഗീതവാസന സ്വന്തം കുട്ടികളിലേക്കും പകർത്താൻ ഈ പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. കൊല്ലം ചവറയിൽ 100ഓളം പേരെ ഉൾപ്പെടുത്തി ഹായ് എന്നൊരു സന്നദ്ധ സംഘടനയും നടത്തിവരുന്നു ഇദ്ദേഹം. ഫോറസ്റ്റ് ഗോഡസ്റ്റ് കോമഡി ഉത്സവ വേദിയിൽ നജീബിന് സ്നേഹസ്വാഗതം. നജീബ് സാർ, കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതമുണ്ട്. കാരണം സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നജീബ് സാർ. ഒരുപാട് വിശേഷങ്ങളുണ്ട് സാറിൻ്റെ സ്പെഷ്യൽ പെർഫോമൻസിന് മുമ്പായിട്ട്. അതിനേക്കാൾ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലേ? അതെന്താണെന്ന് സാറ് തന്നെ പറയണം. എൻ്റെ ശിഷ്യന്മാരായ 7000-ലധികം ഉദ്യോഗസ്ഥർ കേരള കേന്ദ്ര സർവീസുകളിൽ കാക്കി യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് 10-20,000 യുവതി യുവാക്കൾക്ക്, കുട്ടികൾക്ക് സൗജന്യമായി ഫിസിക്കൽ ട്രെയിനിങ് ചെയ്ത് അവർ സർവീസിൽ ഇന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം. ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷമാണ് നാടിനു വേണ്ടി അർപ്പിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ അറിയിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇങ്ങനൊരാൾ കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്പെഷ്യൽ പെർഫോമൻസ് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ സാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. പിന്നെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് സാറ് നല്ലൊരു ഗായകനാണ്. സാറ് മാത്രമല്ല, സാറിന്റെ ഫാമിലിയിൽ എല്ലാവരും നല്ല പാട്ടുകാരാണ്. അപ്പൊ നമുക്ക് സാറേ ഇനി പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. ഓക്കെ സർ, വിത്ത് ഫാമിലി. ഓക്കെ സർ, ഓക്കെ. ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ
തത്തമ്മ ചുണ്ട് ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ മാരനൊരാൾ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതിന്ത താനതിന്ത തിന്തിന്നോ താനിന്നെ താനതിന്ത തിന്തിന്നോ താനതിന്ത താനതിന്ത തിന്തിന്നോ താനതിന്ത തിന്തിന്നോ കസവിന്റെ തട്ടമിട്ട് വെള്ളി അരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ട് കൊതിച്ചവർ മുന്നും മെഹറും കണ്ട് നടന്നവർ കൂനിക്കൂടി താടി വളർത്തി കയറൂരിൽ പാലോ കന്നി പകയത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി. താങ്ക് യു. അപ്പോൾ നജീബ് സാർ ആൻഡ് ഫാമിലി ഒരു നല്ല കൈയടി ഞങ്ങൾ അങ്ങ് തരികയാണ്. അടിപൊളിയായി. താങ്ക് യു സർ, താങ്ക് യു സർ. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അത് സൗജന്യമായിട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിൽ ഒരു കലാകാരനായതുകൊണ്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സൗജന്യമായി ചെയ്യാൻ മനസ്സ് തോന്നിക്കുന്നത്. തീർച്ചയായും മനസ്സിൽ ആർദ്രതയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം സാർ. അതെ, എൻ്റെ 2 മക്കൾക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മക്കളെന്ന് പരിചയപ്പെടാം. മോള് അഞ്ചല, അവളിപ്പോ മെഡിസിൻ MBBS വിദ്യാർത്ഥിയാണ്. അതുപോലെ മകൻ +2 വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഗംഭീരം. ഇവരെ ഉമ്മിച്ചു പാടുവോ? ആ ഉമ്മയും ചെറുതായിട്ടൊക്കെ പാടും. ആരോ ആദ്യം പറഞ്ഞ ചെറുതായിട്ട് പാടുന്ന കണ്ടില്ലേ ഇപ്പോൾ? സാറിന് ജോലി രാജിവെച്ചിട്ട് പരിപാടിക്ക് ഇറങ്ങിയ അല്ല, കണ്ടിട്ട് അസൂയ വന്നൊരു ഫാമിലി അത്. എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മള് ഒരു കലാകുടുംബം, അതേപോലെ ഒരു സ്പോർട്സ് കുടുംബം, നന്നായിട്ട് പഠിപ്പിച്ചു പിള്ളേരെ, നന്നായിട്ട് പഠിക്കുന്നുണ്ട് പിള്ളേര്, നന്നായിട്ട് പാടുന്നുണ്ട് പിള്ളേര്, നന്നായിട്ട് സ്പോർട്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കുടുംബം കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വേണം. അസൂയോടുകൂടി നോക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഇദ്ദേഹം. അതെ, നജീബ് സാർ അല്ലേ? അതെ നജീബ് സാർ. ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ എത്ര സംഗീതാത്മകമായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം അച്ഛനും 2 മക്കളും പാടുന്നു, അതുപോലെ തന്നെ അമ്മ ചെറുതായിട്ടൊക്കെ പാടുന്നു പറഞ്ഞു. കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വന്നാൽ ഗാനമേള തന്നെയായിരിക്കും അല്ലേ? അതൊരു 3 ദിവസത്തെ പരിപാടി, ഒരു ദിവസത്തെ പരിപാടി 3 ദിവസമായിരിക്കും. അത് ശരി. സർ, ഞങ്ങള് സംഗീതമില്ലാത്ത പരിപാടി ഇല്ല സർ. ഇല്ല ഇല്ല. അങ്ങേക്കും കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു സർ. തമാശയ്ക്ക് പറയുമെങ്കിലും കാക്കിക്കുള്ളിലെ കലാഹൃദയം. കാരണം എല്ലാവരും പാടുന്നവരാണ്, മക്കളും ഒക്കെ നന്നായിട്ട്. മോനെ അസല വേറെ കുറച്ച് ഡിഫറെൻ്റ് ആണ് വോയിസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസാണ്. ഗംഭീരമായിരുന്നു, 2 പേരും നന്നായിട്ട് പാടി. സാറ് കൂടെ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്രയും ഇതായില്ല കാര്യമായിട്ട്. പക്ഷെ 3 പേരും പാടി ആ സെലക്ഷനും കൂടെ ആയപ്പോൾ അസലായിട്ട് മുന്നോട്ട് പോയത്. സന്തോഷം കാണാൻ കഴിഞ്ഞതിലൊക്കെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം. താങ്ക് യു. അതുപോലെ സാറേ, സാറിന് പ്രോത്സാഹനമായിട്ട് നിൽക്കുന്ന സാറിൻ്റെ കൊല്ലത്തെ സാറ് ജോലി ചെയ്യുന്ന സ്റ്റേഷനിലെ ഓഫീസർമാർ, പോലീസുകാർ, എല്ലാവർക്കും ഞങ്ങളുടെ കോഴമടി ഉത്സവത്തിൻ്റെ വക എല്ലാവിധ. അപ്പോൾ ഓക്കെ, താങ്ക് യു സാർ. ഇനിയും വരണം, ഫാമിലി ആയിട്ട് ഇനിയും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരാൻ പോകുന്ന ആളെക്കുറിച്ച് അറിയാൻ നമുക്ക് വീഡിയോ പ്രൊഫൈൽ കാണാം. 8 വയസ്സാണ് ആൻഡ്രിയ സജിക്ക്. തൊടുപുഴയിൽ നിന്നും കോമഡി ഉത്സവ വേദിയിലേക്ക് എത്തുന്ന ആൻഡ്രിയ ജിംനാസ്റ്റിക് പ്രകടനങ്ങളിലൂടെയാണ് വ്യത്യസ്തയാകുന്നത്. ഒരു പരിശീലകന്റെ മേൽനോട്ടമില്ലാതെ സ്വയം പഠിച്ചെടുത്തതാണ് ആൻഡ്രിയ ജിംനാസ്റ്റിക്സ്. ജയറാണി പബ്ലിക് സ്കൂളിലെ ഈ 3ാം ക്ലാസ്സുകാരി ജിംനാസ്റ്റിക്സിന് പുറമെ നൃത്തത്തിലും അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.
കോട എന്ന ചലച്ചിത്രത്തിൽ ചെറുതാണെങ്കിലും ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു വേഷം ചെയ്ത ഈ കലാകാരി ഷോർട്ട് ഫിലിമുകളിലും പരസ്യചിത്രങ്ങളിലും ഇന്ന് ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. കലാലോകത്ത് പുതിയ പ്രതീക്ഷകളുമായി എത്തുന്ന ആൻഡ്രിയ സജിക്ക് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. ഹലോ ആൻഡ്രിക്കുട്ടി, പൊളിയാണല്ലോ, അടിപൊളി കോസ്റ്റ്യൂം ആണല്ലോ. ഇതെന്താണ് ഈ സ്പെഷ്യൽ പെർഫോമൻസ്, എന്താണ് പരിപാടി ഇവിടെ? ഞാൻ ജിംനാസ്റ്റിക് യൂട്യൂബിൽ തന്നെ പഠിച്ചിട്ട് വൈറലായതാണ്. അപ്പൊ ഞാൻ ഇന്ന് ജിംനാസ്റ്റിക്കും ഡാൻസും കൂടെ മിക്സ് ആണ് കളിക്കുന്നത്. യൂട്യൂബ് എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? യൂട്യൂബിൽ 1 വർഷം കഴിഞ്ഞു. 1 വർഷമായി. അപ്പൊ ഇതിനു മുമ്പ് വേറെ വേദിയിൽ ചെയ്തിട്ടുണ്ടോ? അതായത് വേറെ പല പരിപാടിയിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ. കല്യാണത്തിനുണ്ട്. ചാനൽ ഷോയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ കോമഡി ഉത്സവത്തിൽ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ന്യൂസ് വന്നിട്ടുണ്ടോ? ഏത് ന്യൂസിൽ? എല്ലാത്തിലും, ഏഷ്യാനെറ്റിലും 24-ലൊക്കെ വന്നിട്ടുണ്ട്. ആ, അപ്പൊ ഇനി ഇത് അതിനേക്കാൾ വൈറലാകാൻ പോവാണ് സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കേട്ടോ, നമുക്ക് പൊളിച്ചാലോ? ഓക്കെ. തൊഴുതു മോളെ, തൊഴുതു. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. ആൻഡ്രിയ മോൾ, മോള് ഉടുപ്പിലും തിളങ്ങി, പ്രകടനത്തിലും തിളങ്ങി. താങ്ക് യു. ആൻഡ്രിയ മോളുടെ ശരീരത്തിലൊക്കെ സ്പ്രിങ് ആണോ? ഇങ്ങനെയൊക്കെ നിക്കണിട്ട് ഒന്ന് പോലെ തോന്നിച്ചു. തുഷാരടി ഇതേപോലെ പണ്ടേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിച്ചതാ. കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തതാ. തുടക്കം 12 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി. ഇതെന്താന്നറിയാൻ പോലെ ഭയങ്കര സ്പ്രിങ് പോലെ മറിയലും തിരിയലും ഒക്കെ കണ്ടിട്ട് നടക്കുന്നത്. തല എവിടെയെന്നറിയാൻ പോലെ കാലിന്റെ ഇടയിൽ കൂടി വന്നിട്ട് തല വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ആൻഡ്രിക്കുട്ടി തകർത്ത് കളഞ്ഞു. താങ്ക് യു. ഒരു രക്ഷയില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പാട്ടിന്റെ താളത്തിൽ ഇത്തരത്തിലുള്ള കുഴപ്പം പിടിച്ച സംഭവങ്ങൾ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായി. മോളുടെ മാസ്റ്ററിന്റെ പേരെന്താണ്? വിനീത്. വിനീത്. വിനീത് മാസ്റ്ററിന് പ്രത്യേക ഒരു അഭിനന്ദനം അറിയിച്ചേക്കണം കേട്ടോ. വിനീത് മാസ്റ്റർ നമ്മുടെ ഇവിടുത്തെ മാസ്റ്ററാണ്. നമ്മുടെ ഉത്സവത്തിന്റെ മാസ്റ്റർ.
ധർമ്മജൻ അങ്കിൾ ചോദിച്ചത് എനിക്കും സംശയം തോന്നിയായിരുന്നു. അവിടെ ഈ എല്ലൊക്കെ ഉണ്ടോ അതോ റബ്ബറോ സ്പ്രിങ്ങോ അതുപോലെ ഈ വളയുന്ന എന്തെങ്കിലും സംഭവമാണോ എന്ന്. കാരണം ഇത് കുഞ്ഞിലെ തന്നെ പഠിക്കുമ്പോ വലുതാവുമ്പോൾ ഇത് നന്നായിട്ട് നോക്കണം. ഞാൻ കുഞ്ഞാണല്ലോ, ഞാൻ ഇപ്പോഴേ പഠിച്ചാൽ ശരിയാവോ? ഇതായിരുന്നു കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പോ ഷാജു ആൻഡ്രിയ ആ സൂപ്പറായിരുന്നു. താങ്ക് യു. നല്ല ഒരു കളർ പേപ്പറിൽ പോയി ചോക്ലേറ്റ് പോലെ ഇല്ലേ ധർമ്മ? പണ്ട് ഇതുപോലത്തെ ചോക്ലേറ്റ് ഇല്ലേ ഇങ്ങനെ? നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എക്സ്പ്രഷൻസ് ഒക്കെ. താങ്ക് യു. എക്സ്ട്രാ സ്റ്റെപ്പുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു മോളുടെ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു? അതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ചൊക്കെ എനിക്ക് തോന്നി ഒരു 2-3 തവണ കറങ്ങിപ്പോയതൊക്കെ ഒരു കൈ നിട്ടാണോ എന്ന് സംശയം തോന്നി എനിക്ക്. ഇതെല്ലാം ഈ അങ്കിള് ചെയ്ത് പഠിക്കുന്ന ഇതിനെ കുറിച്ച് അറിയാവുന്ന അറിയാവുന്ന അങ്കിളായി നിൽക്കുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. അഖിലിന് ആകെ അറിയാവുന്ന എന്താണെന്നറിയാമോ? ഇങ്ങനെ ഇരിക്കാൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ചേറാണി പബ്ലിക് സ്കൂളിൽ. ചേറാണി പബ്ലിക് സ്കൂൾ അല്ലേ? ആ പബ്ലിക് സ്കൂളിലെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം അറിയിക്കുകയാണ്. ഇനിയും ആൻഡ്രിമോൾ സ്കൂൾ തുറക്കുമ്പോൾ ആൻഡ്രിമോൾ കിടിലം പ്രകടനമായി സ്കൂളിലേക്ക് വരുന്നതായിരിക്കും അല്ലേ? ഇനിയിപ്പോ സ്റ്റാർ ആവും. കോമഡി ഉത്സവത്തിൽ വന്ന് ആൻഡ്രിയ ഫാൻസ് ഒക്കെ തുടങ്ങുകയാണ് സ്കൂളിൽ കേട്ടോ. അപ്പൊ അടിച്ചു പൊളിക്കുക ആൻഡ്രിമോൾ. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് വൈറൽ സെഗ്മെന്റ് ആണ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാൻ നമുക്ക് വീഡിയോ പ്രൊഫൈൽ കാണാം. കോട്ടയം മുണ്ടക്കയം സ്വദേശിനിയായ നെജില പാട്ടിലൂടെയാണ് തന്റെ പ്രതിഭ അടയാളപ്പെടുത്തുന്നത്. കുടുംബിനിയായ നെജിലയുടെ ഏറ്റവും വലിയ പിന്തുണ ഭർത്താവും കുട്ടികളുമാണ്. സോഷ്യൽ മീഡിയയിൽ പാട്ട് വീഡിയോകൾ നിരന്തരമായി അപ്ലോഡ് ചെയ്ത ഈ ഗായിക പതിയെ പതിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. ഇതിനെ തുടർന്ന് 6ഓളം ആൽബങ്ങളിൽ ശബ്ദ സാന്നിധ്യമായി മാറാൻ ഈ പാട്ടുകാരിക്ക് കഴിഞ്ഞു. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത ഈ അസാമാന്യ സംഗീത പ്രതിഭ സംഗീതത്തെ കൂടുതൽ അറിയാനുള്ള ശ്രമത്തിലാണിന്ന്. കലയുടെ സംഗമവേദിയിലേക്ക് നെജിലയെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നജില പാട്ടുപാടി വൈറലായ ആളാണ്. അതെ, അതൊരു നിസ്സാര പാട്ടൊന്നുമല്ല. പാടിയ പാട്ടൊരു ഗംഭീര പാട്ട് തന്നെയാണ്. ഹരിവരാസനം. അതെ 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 അതെ. എവിടെ വീട്? കോട്ടയം ജില്ലയിലെ വണ്ടമ്പതാല്. നാട്ടുകാരനാണോ? അതെ. അപ്പൊ പിന്നെ പൊളിച്ചോ, ഞങ്ങളുണ്ട് കൂടെ. തീർച്ചയായും. അപ്പൊ നമുക്ക് വൈറലായ ഹരിവരാസനം തന്നെ ആദ്യം ഒന്ന് കേൾക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദൈവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദൈവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം പ്രാണനായകം പ്രണവകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദൈവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരകവാഹനം സുന്ദരാനനം വരദകായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദൈവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തളമൃദുസ്മിതം സുന്ദരാ
ഇതെങ്ങനെയാണ് നമ്മളിത് ഇതിലേക്ക് അതായത് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പാട്ട് തന്നെ പാടണം, അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടത്, ഈ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഇട്ടത് ആരാണ്? ഞാൻ FB പാട്ട് പാടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആളുകൾ ഓരോ സോങ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ജെയിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ സജസ്റ്റ് ചെയ്തായിരുന്നു ഈ സോങ് പാടാമെന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്താണ്. പേടിയുണ്ടായിരുന്നു ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുവോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഗംഭീരമായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടെ കേട്ടാലോ? അതെ അതെ, ഒരു ക്രിസ്തീയ ഭക്തിഗാനം. എന്നാലും ഇത്രയും പാടിയ സ്ഥിതിക്ക് ഒരു 4 വരി മാപ്പിളപ്പാട്ട് കൂടിയാ. വർഷിക്കും സഹായം മുത്തറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കീകൾ കാണ് സ്വർഗത്തിൽ താഴും എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം മുത്തറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കീകൾ കാണ് സ്വർഗത്തിൽ താഴം. ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം ആരംഭത്വഹാവിൻ അരുൾ നമ്മളോർക്കേണം. അവസരെ കണ്ണോനീർ ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാരം എത്തിമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം മുത്തറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കീകൾ കാണ് സ്വർഗത്തിൽ താഴം. എന്നാ അറിയാം നജില, ഇപ്പൊ ഞാൻ നജില പാട്ട് വൈറലായപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജാഫ്രിക്ക പണ്ട് പാടിയിട്ടൊരു പാട്ടാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. അതിപ്പോ ഭയങ്കര വൈറലാണ്. എന്തായാലും കലാകാരന് ജാതിയില്ല, മതമില്ല, അവൻ ഇഷ്ടപ്പെടുന്നത് കലയാണ് എന്ന് നജീല കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് നമുക്ക് നജില, കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് നജില. ഞാൻ പറഞ്ഞത് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടനിട്ട് ഹരിവരാസനം പാടുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. 3 ഡിവോഷണൽ സോങ്ങും അതിൻ്റെ ആയിട്ടുള്ള ടോണിലാണ് പാടിയത്. അങ്ങനെ ഒരു ഗാനമേള നടത്തിയിട്ടാണ് നമ്മുടെ മുമ്പിൽ നിന്ന് നജില പിരിയുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അല്ല നജിലേക്ക് എനിക്ക് ഒരു പരിപാടിക്ക് പോയാല് ഒരു പാട്ട് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. ഇത് 3 വൈറലായതുകൊണ്ട് 3 പാട്ട് ആദ്യം പാടിച്ചിട്ടേ വിടുകയുള്ളൂ. ഈ കോമഡി ഉത്സവത്തിന്റെ ഈ വേദിയിൽ എല്ലാ ജാതി മത ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് അതീതമായി കഴിവുകളുള്ള കലാകാരന്മാരുടെ പ്രതിഭകളുടെ വേദി തന്നെയാണ്. നജീല, ആശംസകൾ. ഗംഭീരമായിട്ട് പാടി. ഹരിവരാസനം ഒരു ഫീമെയിൽ വേഷം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മാത്രമല്ല അത് അത്രത്തോളം ആ ഫീൽ ചെയ്താണ് പാടുന്നത്. ആ ഒരു ശരിക്കും ഭക്തി അതിൽ പൂർണ്ണമായിട്ടുമുള്ള പോലെ നമുക്ക് അറിയാം. ആ പാടുന്ന സമയത്ത് ആ പാട്ടിനുള്ള ഇവിടെ നമ്മളൊരു കലാകാരിയെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് വിമർശനങ്ങൾ നമുക്ക് പറഞ്ഞുവിടാം. പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഒരു കലാകാരന് ജാതിയും മതവും ഒന്നുമില്ല. അപ്പം പൂർണ്ണമായിട്ടും വളരെ സന്തോഷം. പിന്നെ എടുത്തു പറയേണ്ടത് പുരാണം തന്നെ. പുരാണത്തിൽ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വാവര.
അതെ അതെ. ഇപ്പോഴും എരുമേലി പള്ളിയും ശബരിമലയും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം നജീല വന്ന് പാടിയതന്നെ. താങ്ക് യു. നജീല എന്തായാലും ഒരുപാട് താങ്ക്സ് കോമഡി ഉത്സവത്തിൽ വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഇനിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് വൈറൽ ആയിക്കൊണ്ടിരിക്കട്ടെ. എല്ലാവരും അന്വേഷണം അറിയിക്കുക. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബാണ്. സ്പോട്ട് ഡബിനായി വരാൻ പോകുന്നു ബിജു ചെങ്കൽ. കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? എവിടെയാണ് ശരിക്കും? ചെങ്കൽ തന്നെയാണോ? ചെങ്കൽ, അതെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അനിയൻ, ഞാൻ. ബിജു എന്താണ് ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണിയാ. കൂലിപ്പണി. അപ്പൊ ഇത് ഈ മിമിക്രി പ്രൊഫഷണൽ ആയിട്ട് കൊണ്ട് നടന്നിട്ടില്ല? അല്ല. ഇത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ സമയം കിട്ടുന്നത്? പണിക്ക് പോയിട്ട് വന്ന് സമയം കിട്ടും ചെയ്യും. അപ്പൊ ഇന്ന് ആരൊക്കെയാണ് നമുക്ക് സ്പോട്ടിൽ ചെയ്യാൻ പോകുന്നത്? ഗുരു സോമസുന്ദരം, ബാബു ആന്റണി. ഓ, അടിപൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ കാശ് നീ എടുത്തു, ആ ജെയ്സന് കൊടുക്കാനുള്ളത് കൊടുത്തേക്ക്. ദാസ, ഉഷ എനിക്ക് കെട്ടിച്ചു തരൂ. അത് നടക്കില്ല ഷിബു. ആഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേരി. ഉഷയോട് അങ്ങനെ ഒരുത്തരും സംസാരിക്കാൻ പാടില്ല. മുതലാളി എന്ന് പറഞ്ഞത് ഞാൻ നിർത്തുന്നു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടമാക്കി ചില്ലിട്ട് ചവരിൽ തൂക്കും. എന്റെ സ്വന്തം ചെലവ് ആരുടെ നീളത്തിൽ ഒരു കുഴിയും വെട്ടിത്തരും. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ പിടിച്ചിട്ടാണല്ലോ വലപ്പോഴും ഇവിടുത്തെ ഒരു ജയിലിലേക്കില്ല. ചെവിയിൽ ഒതുക്കൊടുത്തത് ചാകാൻ പോകുന്നതിനുള്ള വേദമാണെന്ന് കരുതിയോ? ഗുരുവാണ് ഞാൻ, അവന്റെയും നിന്റെയും. കാണ്, ശിക്ഷയില്ലാർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ഇടവ്. ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡക്കരണത്തിലെത്തി പുലിയംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങളടങ്ങിയ 36 വായ്ത്താരി. 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ നിനക്ക് തടുക്കാനും ജയിക്കാനും. നിനക്ക് ഞാൻ വിളമ്പിയത് വെറും മദ്യമല്ല, വീര്യം കൂടിയ വിഷം, പോയിസൺ. ഇന്നോടെ ഞാൻ കൂട്ടിരുന്നത് നിനക്കല്ല, നിന്റെ ശവത്തിനാ. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയെന്നില്ല ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. ഒന്നും പറയാനില്ലെന്ന് പറയുന്ന പോലെ ബിജു ഇത് അംഗീകരിച്ചു തരേണ്ട ഒരു സത്യമുണ്ട്. കാര്യം ഇവിടെ സാധാരണ കോമഡി ഉത്സവത്തിൽ വരുന്നവരെല്ലാം കോമ്പറ്റീഷനൊക്കെ വന്ന് ഒന്ന് സെറ്റായി അതിലൊക്കെ ഒന്ന് പയറ്റി തെളിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് ഡബ് എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിലേക്ക് കടക്കുന്നത്. ഇത് ഒരു വേദിയിൽ പോലും കയറിയിട്ടില്ല, ഒരു ഷോയ്ക്ക് പോലും പങ്കെടുക്കാതെ ആദ്യമായി കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വന്ന് സ്പോട്ട് ഡബ് ചെയ്ത് കയ്യടി മേടിക്കുന്ന ഒരു കിടിലൻ ആർട്ടിസ്റ്റാണ് ബിജു. ഗംഭീര ആർട്ടിസ്റ്റാണ്, ഭയങ്കര ലൈഫായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. അവരെ ബാബുവിനെ ഇത്ര ലൈഫായിട്ട് നമ്മൾ കേട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അജയ്. ഇനിയിപ്പോൾ ബിജു പറയും കോമഡി ഉത്സവം എന്നെ മിമിക്രിക്കാരനാക്കിയത്. നല്ല രസമായിട്ടുണ്ട് ഇത് രണ്ടും. ഗുരു സോമസുന്ദരവും അതുപോലെ തന്നെ ബാബു ആന്റണി ചേട്ടനും. എനിക്ക് തോന്നുന്നത് ബാബു ആന്റണി ചേട്ടനെ അങ്ങനെ അധികം ആരും അങ്ങനെ അനുകരിച്ച് കണ്ടിട്ടില്ല. വളരെ രസമായിട്ട് തന്നെ. അത് മാത്രമല്ല ഒരു സാധാരണക്കാരനായ ബിജു വന്ന് വളരെ ഭംഗിയായിട്ട് അത് സ്പോട്ട് അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബിജു, ഓൾ ദ ബെസ്റ്റ്. ഇനിയും നല്ല നല്ല സ്റ്റാറുകളായിട്ട് വരണം കേട്ടോ. ഷാജു. ബിജു ഫസ്റ്റ് ആണെന്ന് ഒരിക്കലും പറയില്ല, പക്ഷെ ബെസ്റ്റ് ആണെന്ന് എല്ലാവരും പറയും. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ നമുക്ക് വോയിസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ധൃതി എനിക്ക് തോന്നി. ആദ്യം പ്രചോദനം ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ആ സീനൊന്ന് കണ്ട് പെട്ടെന്ന് ഡബ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് തോന്നിയത്. അസലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ട്. ഇനിയും വലിയ വലിയ താരങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിച്ചുകൊണ്ട് ഇപ്പോൾ ട്രെൻഡാണ്. ഗുരു സോമസുന്ദരത്തിൻ്റെയൊക്കെ ഇപ്പോൾ ട്രെൻഡാണല്ലോ, മിന്നൽ മുരളി വന്നോട് കൂടിയിട്ട്. എനിവേ വെരി ഗുഡ്. ബിജു, ആദ്യമായിട്ട് ചെയ്യണമെന്ന് തോന്നൂല കേട്ടോ നിങ്ങളുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ഗുരു സോമസുന്ദരത്തിനൊക്കെ മലയാളികൾ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അനുകരിച്ച് കാണുന്നത് ബിജു ആയിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് അനുകരിച്ചത്, കാരണം മിന്നൽ മുരളി തുടങ്ങിയുള്ള സിനിമകൾ ആൾക്കാർ കണ്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ട് അറിയാം. അപ്പോൾ അത് പരിചയിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ കൃത്യമായിരുന്നു ആ ശബ്ദം. അതുപോലെ തന്നെ ബാബുച്ചേട്ടൻ്റെ ശബ്ദവും വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കോമഡി ഉത്സവത്തിന് വന്നതിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ഇനി മിമിക്രിയിൽ പോയിട്ടില്ല എന്ന് പറയണ്ട. മിമിക്രിയിലെ രാജാക്കന്മാർ നിന്ന വേദിയിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ധൈര്യമായിട്ട് ചെങ്കലിൽ പോയിട്ട് പറയാം. താങ്ക് യു. അപ്പോൾ ബിജു തകർത്തു, ഗംഭീരമായി. ഇനി അടുത്ത സ്പോട്ടുമായിട്ട് വരിക. അപ്പോൾ എല്ലാവരോടും അന്വേഷണമൊക്കെ അറിയുക, ഫാമിലിയോടൊക്കെ അന്വേഷണം അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ്. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അപ്പോൾ വരുന്ന ആരാണെന്ന് അറിയാൻ നമുക്ക് വീഡിയോ പ്രൊഫൈൽ കാണാം.
പാട്ടിലൂടെ സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയായി മാറിയ ഗായിക ശുഭ. വിധിയുടെ ക്രൂരതകളിൽ തളർന്നു പോകാതെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ സംഗീതത്തിലൂടെ തന്റെ നൊമ്പരങ്ങളെ അതിജീവിച്ച ശുഭ പൊതുസമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. 6 വർഷമായി സംഗീതം അഭ്യസിക്കുന്ന ശുഭ ഓച്ചിറ സ്വദേശിനിയാണ്. ആൽബങ്ങളിലൂടെ തന്റെ സംഗീത പ്രാവീണ്യം തെളിയിച്ച ഈ ഗായിക ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെയാണ് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്നത്. ചെറുപ്പം മുതൽക്കേ പാട്ടിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ശുഭയ്ക്ക് ഇന്ന് സംഗീതത്തിനുപരിയായി മറ്റൊന്നുമില്ല. കുറവുകളെ അവഗണിച്ചും കഴിവുകളിൽ വിശ്വാസം വളർത്തിയും തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടരുന്ന ശുഭയ്ക്ക് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. ശുഭ, നമസ്കാരം. നമസ്തേ. മനസ്സിലായോ എന്നെ? ചേട്ടൻ. ആ, എന്താ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും? അല്ല, ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു ശുഭ ഗംഭീരമായി ഞെട്ടിക്കുന്ന പാട്ടുകൾ പാടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പൊ പൊളിച്ചാലോ നമുക്ക്? ഒരു പാട്ടൂടില്ലേ? ഒന്ന്. അതൊരു പാടാം. മഹിളി മനുജനും ജീവരേണുക്കളും മരുവിടാൻ ഉയരും ഭാഗ്യനേ ധരയിലെ നന്മയും നോവിനൗഷധമായിടുന്നൊരു സ്നേഹമേ സർവസഹോദരമേ സ്നേഹമേ
ശുഭ ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ധർമ്മചേട്ടൻ പറയായിരുന്നു എന്തൊരു ഫീലാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു 2 പാട്ട് പാടി സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. താങ്ക് യു. ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു ആൽബത്തിന് വേണ്ടി പാട്ട് പാടുന്നത്. പിന്നെ മുരളി പാടിയ സാറാണ് എന്നെ ഈ പാട്ട് പാടിച്ചത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അമ്മയെ വിളിക്കാം. അതിന് മുമ്പ് നമുക്ക് അഭിപ്രായം ഒന്ന് കേൾക്കാം. ഷാജു. അസ്സലായിരുന്നു കേട്ടോ, അസ്സലായിരുന്നു. ശരിക്കും ഞങ്ങൾ ശരിക്കും ഫീൽ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചിരിക്കുകയായിരുന്നു പാട്ട്. താങ്ക് യു സാർ. ഗംഭീരായിരുന്നു കേട്ടോ. നല്ല ശബ്ദമാണ്. സംസാരിക്കുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടുകളിൽ പാടുമ്പോൾ എന്ത് ക്ലിയർ ആയിട്ടാണ് അറിയോ പാടുന്നത്. എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ. ഇനി അങ്ങോട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. അജി, പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്തുള്ള ഒരു പ്രകടനം എന്നൊക്കെ പറയില്ലേ, അതാണ് കണ്ടതും കേട്ടതും കേട്ടോ. കാരണം അസലായിട്ട് പാടി എന്നുള്ള ദൈവികമായ കഴിവാണ് കല എന്നൊക്കെ പലരും പല രീതിയിലും നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അത് അക്ഷരം പ്രതി സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാണുമ്പോഴാണ്. എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് വേദികൾ, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടേണ്ട പാട്ടുകാരിയാണ് ശുഭ. ശുഭയുടെ നല്ല പാട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. ശുഭയ്ക്ക് എല്ലാ ഭാവുകങ്ങളും കേട്ടോ. താങ്ക് യു. ശുഭ ശരിക്കും എന്താ ചെയ്യുന്നത്? വേറെ ഒന്നും ചെയ്യുന്നില്ല, പാട്ട് മാത്രമാണ് മെയിനായിട്ട്. പാട്ട് ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? മാവേലിയുടെ ഭാസ്കരൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. സാറിനോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞു എല്ലാവരും. തീർച്ചയായിട്ടും പറഞ്ഞു. എന്തായാലും ഗംഭീരമായി. ശുഭയ്ക്ക് ഒരുപാട് പാട്ടുകൾ പാടാനായിട്ട് ഇനിയും ആൽബങ്ങളും സിനിമയിലും ഒക്കെ പാടാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടാ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ശുഭയുടെ അമ്മയെ വിളിക്കാം അല്ലേ അമ്മ? അപ്പോൾ അമ്മ, എങ്ങനെയാണ് ശുഭയ്ക്ക് ഈ പറയുന്ന പോലെ കാഴ്ചശക്തി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇതാണോ അതോ പിന്നെ എന്താണ് സംഭവിച്ചത്? ശുഭ ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു, 2 വശവും കട്ടായിരുന്നു. ഇവരച്ഛൻ എക്സ്റേസ് മിലിറ്ററി ആയിരുന്നു. മിലിറ്ററിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഒത്തിരി ഓപ്പറേഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇങ്ങനെ ആയതിന് ശേഷം പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ടീച്ചർ വെച്ച് പഠിപ്പിച്ചു. ഓപ്പറേഷന് ശേഷമാണ് സംസാരത്തിനുള്ള ബുദ്ധിമുട്ടുകൾ വന്നത്? അല്ല, അതിന് മുമ്പേ തൊണ്ട തുറന്നു കിടക്കുക, അതിനും ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെ വളർന്നു വന്നു. സ്കൂളിൽ വിടാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഹോസ്പിറ്റലിലായിട്ടായിരുന്നു കഴിഞ്ഞു വന്നത്. അതുകൊണ്ട് സ്കൂളിൽ വിട്ടിട്ടില്ല. വീട്ടിലെ അവിടെ ആവശ്യത്തിനുള്ള ജോലികളെല്ലാം അവള് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ മോൾ ഹെൽപ്പ് ചെയ്തു തരുന്നത്. ഞാൻ പറയണത് ശുഭ വീട്ടിലിരുന്ന് പഠിക്കുകയും കൂടി ചെയ്യണം. പഠിക്കാൻ ആവശ്യത്തിന് കുറച്ച് എഴുതാൻ ഞങ്ങൾ ട്യൂഷൻ ആളിനെ വെച്ച് പഠിപ്പിച്ച് എടുത്തിട്ടുണ്ട്. താങ്ക് യു ശുഭ. അപ്പോൾ ഇനി വീണ്ടും വരിക, കോമഡി ഉത്സവത്തിൽ ഇനി ഇടയ്ക്ക് വരിക. ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ശുഭ. ഓക്കെ. കോമഡി ഉത്സവത്തിൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനായി വരുന്നു നിഷാദ് ആൻഡ് അഭിജിത്ത്. അഭിജിത്ത്. നിഷാദ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കാസർഗോഡാണ് സ്ഥലം. എന്താണ്, മിമിക്രി ആണോ അതോ വേറെ പ്രൊഫഷനാണോ? പ്രൊഫഷനും വഴിതെറ്റി വന്നാണോ മിമിക്രിയിലേക്ക്? ഞാൻ സിംഗറാണ്. അപ്പോൾ 3 സോങ്ങാണ് പാടുന്നത്. ഓക്കെ. മുഹമ്മദ് റഫി സാബ്, പിന്നെ കിഷോർ കുമാർ, പിന്നെ കുമാർ സാബ്. അഭിജിത്ത് എന്താണ് ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ട്രൂപ്പിലൊന്നും ചെറിയ ചെറിയ കോളേജിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റാർട്സ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ജയസൂര്യ, തളപതി വിജയ്, മൊട്ടരാജേന്ദ്രൻ. അപ്പോൾ അഭിജിത്ത്, നമുക്ക് ആദ്യം നമ്പറിലേക്ക് പോകാം. 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. കുട്ടേട്ടൻ. അറിയോ കുട്ടേട്ടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളൊന്നും ഇല്ലെങ്കിലും കുട്ടേട്ടൻ വന്നോട് പരിപാടി അവതരിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട്? നന്നായിട്ടിരിക്കുന്നു. ഓ ഓ ഓ ഓ ഓ ഓ ഓ. അല്ല അജി, അതിനകത്ത് അഭിജിത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കുട്ടേട്ടൻ്റെ സൗണ്ടാണ് ചെയ്തത്. കുട്ടേട്ടൻ്റെ സൗണ്ടിനെ അനുകരിക്കാനുള്ള ശ്രമം നടത്തി. അതെ, കാര്യം അഭിജിത്ത് ഇത് പ്രതീക്ഷിച്ചില്ല. തിരിഞ്ഞപ്പോഴേ ഇങ്ങനൊരു സാധനം വരുമെന്ന് പ്രതീക്ഷിച്ചു. ആദ്യം അഭിജിത്ത് നോക്കിയത് എന്താ അവൻ നിഷാദ്, നമുക്ക് നിഷാദ് നമ്പർ പറയും. 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. ലജ്ജാവതിയെ എൻ്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ എല്ലാം കണ്ണക്കട കണ്ണിൽ, താഴമ്പൂവ താമരത്തേനോ തേനോ നിലാവോ.
ലളിതഗാനത്തിന് 1ാം സമ്മാനം അപ്പീൽ മുഖേന നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മൾ ഇപ്പൊ പരിചയപ്പെടാൻ പോകുന്നത്. ശ്രമിച്ചു. അഭിജിത്ത് ഇനി അടുത്ത നമ്പർ പറയും. സെക്കൻഡ് നമ്പർ. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. സ്കൂളിലെ മണിയാ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്ന ചത്തേനെ. ഇത് നമ്മൾ ധർമ്മഞ്ചാന്റെ കുഴപ്പം പറഞ്ഞത് ട്രോള് തരാനായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഡയലോഗ്. ഓക്കെ, നീ അടുത്ത നിഷാദ് നമ്പർ പറയും. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. रिश्ते में हम तुम्हारे बाप होते नाम है शहनशाह. നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബബേട്ടനും ഇവിടെ ബബേട്ട അല്ല, ഞാൻ വിചാരിച്ചേ നിഷാദ് അഭിതാഭ് സാറിന്റെ ഏതെങ്കിലും പടത്തിലെ പാട്ട് പാടി രക്ഷപ്പെടുന്നു വിചാരിച്ചു. ഡയലോഗ് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഓക്കെ, അപ്പോ അഭിജിത്ത് നമ്പർ 14. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. പഴയ ടെലിഫോണാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. നേരത്തെ പറഞ്ഞു വെച്ചാണെങ്കിൽ ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അപ്പൊ നിഷാദിന്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കും അല്ലേ? ലാസ്റ്റ് നമ്പർ പറയും. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആരാ മനസ്സിലായില്ലോ? അതെ, ഇല്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. സണ്ണി ലിയോണോ? ഒരു ശ്വാസം മാത്രം. അപ്പൊ രണ്ടുപേരുടെയും ലിസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ്. എനിക്കൊന്ന് കോമഡി ഉത്സവത്തിന്റെ ഈ നമ്മുടെ സീസൺ 3 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലിസ്റ്റിൽ ഉള്ള ഒരു സ്റ്റാർ കിട്ടാത്ത 2 പേരെന്ന് പറയുന്നത്. അപ്പൊ അഭിജിത്തെ, നമ്മുടെ 3 സ്റ്റാറുകൾ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം ആരാണ് ചെയ്യുന്നത്? പറഞ്ഞു. ജയസൂര്യ. ജയസൂര്യയുടെ നമ്മുടെ ആടി 2 എന്ന മൂവിയിലെ ഒരു ഡയലോഗ്. കർത്താവിൻ്റെ അമ്മയുടെ പേരുപാട്ടിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യുവദാസിൻ്റെ അമ്മയുടെ പണിയാണ് നിങ്ങൾ കാണിച്ചത്. എന്നാലും നിങ്ങൾ നല്ലൊരു നിലയിലാണ്. എനിക്ക് സന്തോഷമുണ്ട്. മേരി, ഒരു കാര്യം ചോദിക്കട്ടെ, പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത നിമിഷം ഇടാം. അവിടെ കുറേ കുറച്ചുകൂടെ കച്ചവടം കിട്ടും. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാണ് കറക്റ്റ് സ്ഥലം. ഇനി അടുത്തത്. അപ്പൊ ഇനി ഇച്ചിരി ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് വന്നേ. ഇപ്പൊ ജയസൂര്യ അടിച്ചു പൊളിച്ചു. ഇനി അടുത്തത് ഇത് തളപതി വിജയുടെ മാസ്റ്റർ മൂവിയിലെ ഇന്റർവെൽ സീൻ. நீ யாரு, இதுக்கு பின்னாடி யாரு உன் வேலை என்ன, இந்த பசங்களே யூஸ் பண்ணுறது எதுவுமே எனக்கு தெரியாது. ஆனால் நான் தெரிஞ்சுக்குவேன். பொடி பசங்க பின்னால் ஒளிஞ்சு வேலை செய்கிற பொட்ட பசங்களை கண்டுபிடிப்பேன். உன்னை தேடி வந்து உன் முன்னாடி நின்று அந்த 2 பசங்களோட சாவுக்குன்ன பதில் சொல்ல வைப்பேன்டா. അടുത്തത് മൊട്ടരാജേന്ദ്രൻ്റെ നമ്മുടെ മെർസൽ എന്ന മൂവിയിലൊരു ഡയലോഗ്. பெருமைப்படுத்திட்டு போ மாறா பிஎம் பிரசிடென்ட் எல்லாமே ஃபோன் பண்ணி ஆத்தவும் பார்த்தாவுன்னு ஹிந்தியில் என்னென்னமோ பாராட்டுறேன்ப்பா. என்னமோ நானே அவார்டு வாங்கி இருக்கப்பா. டேய், என்ன கவர்மெண்ட்டு? அப்படி என்ன கவர்மெண்ட்டு? நான் பார்க்காத கவர்மெண்ட்டு. கவர்மெண்ட்னா ஃபோர் பீப்பிள், பை த பீப்பிள், ஆஃப் த പീപ്പിൾ. என்ன மாறா? സൂപ്പർ. നിഷാദേ, ഇനി ആരാണ് ആദ്യം ചെയ്യാൻ പോകുന്ന? ആരെയാണ് ആദ്യം? മുഹമ്മദ് റഫി സാർ. ഓക്കെ. बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. हवाओ राग
रागनी गाओ मेरा महबूब आया है मेरा महबूब आया है സൂപ്പർ. ഇനി അടുത്തത്. അടുത്ത കിഷോർ കുമാറിന്റെ ചലത്തെ ചലത്തെ चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना ഓ, സൂപ്പർ. നീ അടുത്തത്. അടുത്തത് കുമാർ സ്വാമി. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ തന്നെ ഞെട്ടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടിച്ചു. എനിക്കൊരു ഡൗട്ട്. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ട്രോളുകൾ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്, എങ്ങനെയാണ് ഇവരിനി കുറച്ച് ഡൗൺ ആയി പോകുമോ എന്നുള്ളത്. പക്ഷെ അത് പ്രതീക്ഷിച്ച് തന്നെ വന്നിരിക്കുകയാണ് രണ്ടുപേരും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരാൾ പാട്ട്, മറ്റേയാൾ ആർട്ടിസ്റ്റുകളുടെ അനുകരണം. അഭിജിത്ത് ചെയ്ത രണ്ടെണ്ണം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ. വിജയ് സാറ് അതുപോലെ രാജേന്ദ്രൻ ചേട്ടൻ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു. ഇഷാദ് നല്ലൊരു ഗായകനാണ്. അങ്ങയുടെ പാട്ട് അല്ലെങ്കിൽ ആ ഒരു പാട്ടിനകത്ത് ഇത് ഇന്ന ആളുടെ പാട്ടാണോ, സ്വരം എങ്ങനെയാണോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല. നല്ല രസമായിട്ട് തന്നെ പാടി, പ്രത്യേകിച്ച് എടുത്ത് പാടിയ പാട്ടുകൾ അതുപോലെ മനോഹരങ്ങളായ പാട്ടുകളാണ്. ആ ഒരു ഏരിയയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. രണ്ടുപേർക്കും ആശംസ. രണ്ടുപേരും വളരെ കുറച്ച് സംസാരിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ വളരെ സൈലന്റ് ആണെന്ന് തോന്നുന്നു. കൂടുതൽ ഈ പറയുന്ന ആള് ഭയങ്കരമായിട്ട് കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ സംസാരിക്കും പുറത്ത്. അപ്പൊ ഇത് രണ്ടുപേരുടെയും പെർഫോമൻസ് ലെവൽ ഈ പറയുന്ന ആദ്യം ഈ ട്രോളുകൾ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് പതുങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഭീകരമായിരുന്നു. രണ്ടുപേരും അസ്സലായിരുന്നു, ഗംഭീരമായിരുന്നു. അസ്സലായിരുന്നു, 3 പാട്ടും ഗംഭീരമായിരുന്നു. അതുപോലെ ഇതിന് ഞാൻ വിജയുടെ ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന രീതിയും ആ ഒരു ഫീലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ. സണ്ണുലിയോണ്ട ഇത് പറഞ്ഞപ്പോ ശബ്ദരാമൻ പറഞ്ഞപ്പോ ഒരു ശ്വാസം മാത്രം, അതൊരു നെടുവീർപ്പായിരുന്നു. നെടുവീർപ്പ് മാത്രം ഞാൻ ഇടും എന്നുള്ള സാധനം. പക്ഷെ അത് കഴിഞ്ഞുള്ള പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. അഭിജിത്ത് എടുത്ത ആട് 2-ലെ ഡയലോഗ്, ജയസൂര്യ പറയുന്ന ഡയലോഗ് അത്ര താത്തിയ. കാരണം എന്ന് വെച്ചാല് ആ ഡയലോഗിന്റെ സൃഷ്ടികർത്താവ് ഞാനാണ്. അപ്പൊ ആ ഡയലോഗ് ഞാനാണ് എഴുതിയത്. ആ ഡയലോഗ് അതാണ് അതിന്റെ ഒരു കറക്റ്റ് മീറ്റർ ആയിരുന്നു. 3 സ്റ്റാറുകളും അടിപൊളിയായിരുന്നു. നിഷാദിന്റെ പാട്ടുകളും ഗംഭീരമായിരുന്നു. എല്ലാം കൊണ്ടും രണ്ടുപേരും പ്രകടനം, രണ്ടുപേരും വ്യത്യസ്ത രീതിയിലുള്ള, ഒന്ന് സ്റ്റാർ പിടിച്ചു, ഒരാൾ ഗായകരെ പിടിച്ചു, രണ്ടുപേരും നന്നായി. ഓക്കെ. അഭിജിത്ത് ആൻഡ് നിഷാദ്, ഈ പറഞ്ഞ പോലെ ഇനിയും കോമഡി ഉത്സവത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതാണ് രണ്ടുപേരും. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. പ്രോഗ്രാംസ് ഒക്കെ ആയി വരുമ്പോൾ രണ്ടുപേർക്കും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ആവട്ടെ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവം. ബ്യൂട്ടി പാർട്ണർ ഇലാരിയ ദ ഗ്രേറ്റ് വൺ സോപ്പ്, സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ. ഇനി നമ്മുടെ ജൂനിയർ ടീമിന്റെ അടിപൊളി സ്കിറ്റാണ്. അപ്പോൾ ആ സ്കിറ്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ വിചാരിച്ചു ബാസിച്ചേട്ടനും ചേട്ടന്റെ അച്ഛനും കൂടി സംസാരിച്ചിരിക്കായിരുന്നു. ഭയങ്കര കിളിശല്യം, വിളയെല്ലാം കൊത്തി തിന്നുക. അച്ഛന്റെ പഴയൊരു ഷർട്ടും പാന്റും അവിടെ ഉണ്ടായിരുന്നു. അച്ഛന്റെ സൈസ് ഒപ്പിച്ചൊരു കോലവും കിട്ടി. എന്നാ പിന്നെ ഇവിടെ കൊണ്ട് വെച്ചേക്കാന്ന് കരുതി. ആഹാ, നല്ല ലക്ഷണം കെട്ട കോലം. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അളിയന്നെ വീട് പണി നടക്കുന്നിടത്ത് വെച്ചിരുന്നതാ. അവിടെ ഒരു കള്ളിപ്പാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഞാനിങ്ങ് ചൂണ്ടി. ഈ കോലം കണ്ട കിളിയൊക്കെ പേടിക്കോ? എനിക്കിത് കണ്ടിട്ട് ചിരിയാവന്നെ. എന്റെ ഉദ്ദേശം അത് തന്നെ. ഒന്നെങ്കിൽ പേടിച്ചോടണം, അല്ലെങ്കിൽ ചിരിച്ചു മരിക്കണം. രണ്ടായാലും എന്റെ നെല്ല് സേഫാ. ബാസിച്ചേട്ടൻ ഈ നെൽകൃഷിയൊക്കെ നിർത്തി ഇവിടെ വല്ല ഫാക്ടറിയോ ബിസിനസ് അങ്ങാനും തുടങ്ങിക്കൂടെ? ദേ അപ്പുറത്ത് പുതിയ ഫാക്ടറി വരാൻ പോവാ. എടി, ഇതും ഒരു ഫാക്ടറിയാ, ചോറുണ്ടാക്കുന്ന ഫാക്ടറി. വിഷം കെമിക്കലൊക്കെ തിന്നാൻ പറ്റുന്ന കാലം വരട്ടെ, അപ്പൊ ഞാൻ കൃഷി നിർത്താം. എന്റെ പൊന്നു ബാസിച്ചേട്ടാ, കൃഷി ചെയ്യുകയാണെങ്കിൽ വല്ല
ഉരുളക്കിഴങ്ങോ തോമരപ്പരിപ്പോ ഗോതമ്പോ എല്ലാം കൃഷി ചെയ്യണം. ആരോഗ്യത്തിനും കണ്ണിന്റെ കാഴ്ചയ്ക്കും ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ്. കാഴ്ചശക്തി ഉരുളക്കിഴങ്ങും തമ്മിൽ എന്ത് ബന്ധം? കണ്ണട വെച്ച ഏതെങ്കിലും ബംഗാളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോട്ടെ, കൊടവേറുള്ള ബംഗാളിയെ കണ്ടിട്ടുണ്ടോ? കൊടവേറുള്ള ബംഗാളി എന്റെ പറമ്പിൽ പണിക്ക് വരുന്നുണ്ട്. അത് ബാസ്റ്റാറ്റിന്റെ വീട്ടിൽ വന്നുള്ള ചോറും പഴങ്കഞ്ഞി എല്ലാം കുടിച്ച് ചാടിയതാവും. ഞാൻ പോണേ, എനിക്ക് വേറെ പണിയുണ്ട്. ലീലേ, പിണങ്ങി പോവല്ലോ, പറയട്ടെ, നിക്ക്. അതെന്താണ് മെസ്സേജ് വന്ന സൗണ്ട്? നിനക്ക് ഫോണൊക്കെ ഉണ്ടാ? എന്റെ അക്കൗണ്ടിൽ പൈസ വന്നതിന്റെ മെസ്സേജാ. പൈസയോ? എങ്ങനെ? ആരെങ്കിലും എന്നെ ഇൻസൾട്ട് ചെയ്താൽ എന്റെ അക്കൗണ്ടിൽ പൈസ വീഴും. ജയസൂര്യയുടെ സിനിമയിൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന്. അതേ മിസ്റ്റർ കോലം കെട്ട കോലം, ഈ വയലിൽ ആവശ്യത്തിന് ചളിയുണ്ട്. ഇനി നീ പുതിയതായിട്ട് ചളി ഇറക്കണ്ട. ഇവിടെ നിന്നാൽ ഇനിയും നീ എന്റെ ചളിയടി സഹിക്കേണ്ടി വരും. അതേക്കാൾ നല്ലത് നീ പോയിട്ട് വല്ല പുഴുവിനെ പഴുതാരെയൊക്കെ കൊത്തി തിന്നെ ചെല്ല്. നെല്ലി തൊട്ട മൈനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കാലെ വാരി തറയിലടിക്കും. ഓ പിന്നെ എന്റെ കൊക്കങ്ങ് മാങ്ങോത്താൻ പോ. കൂടുതൽ കളിച്ചാലേ നിന്നെ ചട്ടിത്തല ഞാൻ കൊത്തിപ്പൊട്ടിക്കും, പറഞ്ഞേക്കാം. ഞാനേ വെറും ആപ്പൂപ്പ മൈനൊന്നല്ല, ബിടെക് റാങ്കോടെ പാസ്സായ ഒരു എഞ്ചിനീയർ ആണ്. ബിടെക് പാസ്സായോ? നീയോ? എങ്ങനെ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലുള്ള ബദാമരത്തിലായിരുന്നു എന്റെ മേമ്മയുടെ തറവാട്. അവിടെ നിന്നാ ഞാൻ പഠിച്ചതൊക്കെ. മറ്റേ തൂക്കണാങ്കുരുവിയുടെ പുതിയ വീടിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നീയാണോ ചെയ്തത്? അതെ, അത് ഞാനായിരുന്നു. 8 സ്ക്വയർ ഫീറ്റിന്റെ വർക്കായിരുന്നു. ടോട്ടൽ ബജറ്റ് 4 കത്തിരി നെല്ലും 5 പഴുതാരയും. അതിരിക്കട്ടെ, അത് നീ എങ്ങനെ അറിഞ്ഞു? തൂക്കണാങ്കുരി നമ്മുടെ ദോസ്താ. അവൻ പെരവാസ്തോലി വിളിക്കാൻ വന്നിരുന്നു. ആ ബ്ലഡി ഫുൾ കോൺട്രാക്ടറായി എന്നെ പാലിയാച്ചിനെ വിളിച്ചില്ല. അതോ അവൻ പറഞ്ഞു നീ കൂടെ പണിയാനുള്ള ജഗരിക്കകത്ത് എന്തോ കൃത്രിമം കാണിച്ചെന്ന്. എന്ത് കൃത്രിമം? ഞാനൊരു കൃത്രിമം കാണിച്ചിട്ടൊന്നുമില്ല. നീ എഞ്ചിനീയറിംഗ് പഠിച്ച കോളേജ് പാലാരിവട്ടം ഭാഗത്തെങ്ങാണോ ആണോ? തൂക്കണാങ്കുരുവിന്റെ കൂട് മാത്രമൊന്നല്ല, ഞാൻ വേറെയും കുറെ കൂടുകൾ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നെനിക്കറിയാം, കരിയിലക്കിളിയുടെ കൂട് പണിഞ്ഞത് നീയല്ലേ? അത് പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ചെറിയൊരു കാറ്റടിച്ചതാ. കരിയിലക്കിളി കൂടും കുടിക്കേട്ടങ്ങ് അറബിക്കടലെത്തി വിത്ത് ഫാമിലി. ആ കഥ പിന്നെ സിനിമയെന്നൊക്കെ കേട്ട് കാറ്റത്തൊരു കിളിക്കൂട്. സിനിമാക്കാരുടെ സീരിയലുകാരുടെ ഒന്നും കഥ കൂടുതൽ പറയണ്ട. ഒരു ലോജിക്ക് നോക്കാതെ സിനിമയ്ക്കും സീരിയലിനും ഒക്കെ പേരിടുന്നവരാ അവര്. ഇവിടെ കുറെ സിനിമ ഇറങ്ങിയല്ലോ. വെള്ളിമൂങ്ങ, പരുന്ത്, പറവ, കുരുവി. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു ചെറിയ വേഷം പോലും തന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ പേരും എടുത്തു വെച്ചു. അപ്പൊ നിങ്ങളാരും സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലേ? ഇപ്പോഴൊന്നുമില്ല. പണ്ട് എന്റെ ഒരു മുത്തശ്ശൻ സ്ഫടികത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആഹാ, എന്നിട്ട് എത്ര ഡയലോഗ് ഉണ്ടായിരുന്നു? 2.5 മണിക്കൂർ സിനിമയിൽ 2 ഡയലോഗ്. കടുവ കടുവ. ആഹാ, എന്നിട്ട് അതിന്റെ ഡബിങ്ങിന് പോലും എന്റെ മുത്തശ്ശനെ വിളിച്ചില്ല. ആലപ്പി അശറഫ് സാറിനെ വിളിച്ച് അവര് ഡബ് ചെയ്യിച്ചേ. കരയാതെടി മൈനെ, കരയാതെ. എങ്ങനെ കരയാതിരിക്കും? കണ്ണി കണ്ട കരച്ച സീരിയലുകൾക്ക് എല്ലാം ഞങ്ങളുടെ പേരല്ലേ ഇടുന്നത്. അമ്മക്കിളി, പാടാത്ത വൈങ്കിളി, രാക്കുയില്, വാനമ്പാടി, അവസാനം കൂടെ ഇവിടെ. ഇത്രയൊക്കെ ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? പോട്ടടി, ദേശാടന കിളി കരയാറില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ കരയും. ഒരു വഴിക്ക് ഒറ്റയ്ക്ക് പോകാൻ പോലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഒറ്റമൈനെ കണ്ട അവലക്ഷണാണെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേര് വരെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യും. എനിക്ക് മാത്രമൊന്നുമല്ല, കിളിയായി പിറന്ന ഒരു കിളിക്ക് പോലും ഇവര് സ്വസ്ഥത കൊടുക്കാറില്ല. കൂട്ടിലിട്ട തത്തയെ പുറത്തിറക്കി ഇവ മരിച്ചീട്ടെടുപ്പിക്കും. വിശന്ന് പരവേശം പിടിച്ചെടുക്കുന്ന തത്ത തിന്നാനുള്ള ബ്രെഡ് വല്ലാണെന്ന് കരുതി ചീട്ടെടുക്കും. അവിടുന്ന് തുടങ്ങും ഇവന്മാര് ഭൂതവും ഭാവയും വർത്തമാനവും. നിങ്ങൾ കിളികള് മാത്രമല്ല, ഞങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങള്. ഏതെങ്കിലും വൃത്തിയേട്ടന്മാരെ എന്തെങ്കിലും ഒരു വൃത്തിയേട് കാണിച്ചാ വേറെ കുറെ വൃത്തിയേട്ടന്മാരും ഒന്ന് കോലം കത്തിക്കും. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? മഴ വന്നാലും വെയിൽ വന്നാലും ഒരേ എക്സ്പ്രഷൻ ഇട്ടുള്ള ഈ ഒരു നിപ്പ് എനിക്ക് മടുത്തു. കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ അടിച്ചു നടക്കുന്നവന്മാരെ ഇവറ്റകളെ വിളിക്കുന്നതോ കിളി പോയവന്മാരെന്ന്.
തിന്നോ. അത് കോലേട്ടന്റെ വലിയ മനസ്സ്. ആ മനസ്സ് മനുഷ്യർക്ക് ഇല്ലാണ്ടായി പോയല്ലോ എന്റെ കോലേട്ടാ. അതിരിക്കട്ടെ, നീ എവിടാ താമസം? ദേ അവിടെ ആ മാവില എന്റെ കൂട്. ചിട്ടിക്കുരുവിയുടെ കൂടെ ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ചിട്ടി പിടിച്ചു വെച്ച വീടാ. ദേ ആരോ വരുന്നു. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാൻ കോലേട്ടാ. ബൈ. നല്ല കണ്ണായ സ്ഥലം. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാടാ കിഴങ്ങ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ ബോർഡെങ്കിലും ഒന്ന് വായിച്ചു നോക്കടാ. ബോർഡൊക്കെ ഉണ്ടല്ലോ. കരിങ്കണ്ണ ഇങ്ങോട്ട് നോക്കരുത്. എനിക്ക് കരിങ്കണ്ണുണ്ടെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ആരാ? എന്താ എന്താ ഇവിടെ? ദേ ആ കാണുന്ന സ്ഥലത്ത് ഫാക്ടറി തുടങ്ങുന്നത് ഞാനാ. നിങ്ങളുടെ ഈ സ്ഥലം കൂടെ എനിക്ക് വേണ്ടി വരും. അപ്പോ നിങ്ങൾ തന്നെ ഒരു വില പറഞ്ഞോ. അതിന് ഞാനിത് കൊടുക്കുന്നില്ലെങ്കിലോ? കൊടുത്താലും ഇല്ലെങ്കിലും ഞാനത് മേടിക്കും. അതിനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നാ അതൊന്ന് കാണാലോ. മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കും. നേതാവേ ഒന്നിങ്ങടെ വന്നേ. ഇവിടെ ചെറിയൊരു വിഷയം. തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കൊടി കുത്താറില്ല. തുടങ്ങി കഴിഞ്ഞ് പൂട്ടാൻ മാത്രമേ കൊടി കുത്തൂ. ഓഹോ അങ്ങനെയാണോ? എന്നാ നമുക്ക് കാണാം. വാഷാറേ, അവന് നമുക്ക് പണി കൊടുക്കാം. അവന്റെ പെരപ്പുറത്ത് കയറി ഞാൻ കൊടി കുത്തും. ആദ്യം തന്നെ തെരഞ്ഞെടുത്ത വിഷയത്തിന് ഒരു ഉഗ്രം കൈയടി തന്നെയാണ്. ഉഗ്ര സബ്ജക്റ്റ്. എന്നെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇവര്. പ്രചോദനം പറഞ്ഞ പോലെ തന്നെ എടുത്ത വിഷയമാണ് ഏറ്റവും ഗംഭീരം. പുതിയ കൗണ്ടറുകൾ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവർ അവതരിപ്പിച്ചത്. ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ, ഒരു സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കാണാൻ. നെൽപ്പാടവും ഒരു പാടത്തിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളുണ്ടായിരുന്നു. മൈനയും കോലവും തമ്മിലുള്ള അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ കഥ ഇവിടെ അവതരിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അതിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാണാൻ പറ്റിയൊരു രീതിയിലായിരുന്നു അവരുടെ പ്രകടനം. എന്തായാലും വീണ്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രകടനം വളരെ ഗംഭീരമായിരിക്കുന്നു. വളരെ ഗംഭീരം. നമ്മുടെ ഉത്സവത്തിലെ കിഡ്സ് ടീമിൻ്റെ ക്ലാസിക് സ്കിറ്റ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ളൊരു സ്കിറ്റായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന കോമഡി ഉത്സവത്തിൻ്റെ ഓരോ എപ്പിസോഡിലും ഈ മക്കളുടെ ഒരു സ്കിറ്റ് പ്രതീക്ഷിക്കും ഇനിയുള്ള നാളുകൾ. കാരണം മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ഓഡിയൻസും കുഞ്ഞുങ്ങളും ഇവരുടെ ഫാൻസായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളിലും 100% നീതി പുലർത്തി അസാധ്യ പ്രകടനമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ കോമഡി ഉത്സവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മജൻ, എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ധർമ്മജൻ? ഇന്നത്തെ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. പിന്നെ എനിക്ക് അസൂയ തോന്നുന്ന കാര്യം, നമ്മളൊരു നാടകം കണ്ടിട്ട് 2-2.5 വർഷമായി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്. ഒരു ഗാനമേള കണ്ടിട്ട് കാലം കുറയായി. ഒരു മിമിക്രി ഫ്രണ്ടിലിരുന്ന് കണ്ടിട്ട് കാലം കുറയായി. നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ 3 പേരും. കാരണം ഡെയിലി ഇവിടെ വന്നിട്ട് നേരിട്ടിത് അനുഭവിക്കാനും കാണാനും പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്.
കാരണം ഇത്ര നാളായിട്ട് ഇല്ലാത്തൊരു സംഭവം നമ്മളൊന്നും കാണാതെ 2-2.5 വർഷം ഒഴിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് ലൈവായിട്ട് ഇത് കാണുന്നു എന്ന് പറയുന്നത് ഒരു അസൂയുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ ഒരു നല്ല കുറേ പ്രകടനങ്ങളോട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശുഭരാത്രി.